ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ നല്ല ശീലം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നാൾ മുൻപ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇപ്പം ചിലപ്പോൾ ഗ്രാമ്പൂ ആയിരിക്കും, പിന്നെ ജീരകം, ഉലുവ അങ്ങനെ ഇട്ടിട്ട് വെള്ളം കുടിക്കുമായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലൗസ് ഇട്ടിട്ടാണ് ഗ്രാമ്പൂ ഇട്ടിട്ടാട്ടോ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സാധനം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ ഒരിക്കലും കുടിക്കരുത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഗുണം ഉണ്ടാവില്ല താനും, നമുക്ക് ഫുൾ ദോഷങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ സിനമണിൻ്റെ സ്റ്റിക്കുണ്ട്, ഗ്രാമ്പൂ ഉണ്ട്, പിന്നെ ജീരകം, ഉലുവ അങ്ങനെ സാധനങ്ങളൊക്കെ ഇല്ലേ, പനിക്കൂർക്കല. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം മാറി വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്ന് നമ്മളൊരു തട്ടിക്കൂട്ട് സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കാണ് നല്ല തേങ്ങാപ്പാലൊക്കെ കുറേ ഒഴിച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് കഷ്ണണ്ടിയും മുന്തിരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു തട്ടിക്കൂട്ട് സ്റ്റൂ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. ഇതിൽ ചിക്കനും ബീഫും കാര്യങ്ങളൊന്നുമില്ല, പൊട്ടറ്റോയും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ മുഴുവൻ മസാലകളൊക്കെ അതൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിക്കും. പണ്ട് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഈ സ്റ്റൂ എന്ന് പറയുന്ന സാധനം എന്തെങ്കിലും വിശേഷങ്ങൾക്ക് മാത്രം, ഇതുപോലെ ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷറി ആയിട്ടുള്ള സ്റ്റൂ ആയിരിക്കില്ല, സാധാരണക്കാരുടെ ഇങ്ങനത്തെ സ്റ്റൂ ഒക്കെ ആയിരിക്കും. അപ്പം ഇത്തവണ ശരിയായിട്ടില്ല. കാരണം നമ്മൾ പെസഹയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രേറ്റഡ് തേങ്ങ പറ്റില്ല, നമ്മളിങ്ങനെ വറുത്തിട്ട് ആണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മുഴുവൻ തേങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പൊട്ടിക്കാൻ അറിയാത്തത് കൊണ്ട് സൂപ്പർ മാർക്കറ്റിലെ ചേട്ടന്മാരോട് ചേട്ടാ പൊട്ടിച്ച് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ തേങ്ങകൾ കുറേ നാളായിട്ട് അവിടെ ഇരിക്കണേയാണെന്ന് തോന്നണം. എല്ലാവരും ഇപ്പോഴും ഗ്രേറ്റഡ് കോക്കനട്ടൊക്കെ അല്ലേ ഇവിടെ മേടിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ചെറിയൊരു ചീഞ്ഞ പോലത്തെ ഒരു, ഭയങ്കരമായിട്ടല്ല, ചെറിയൊരു ചീഞ്ഞ പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പാലൊക്കെ ഉണ്ടാക്കിയത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ ആ തേങ്ങ യൂസാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പത്തിന് നില കലക്കി വെച്ചപ്പോൾ തേങ്ങ ഇല്ലാതെയാണ് ഞാൻ കലക്കി വെച്ചത്. കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പത്തിൻ്റെ ചട്ടിക നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വൃത്തിക്ക് വരില്ല എന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ ഈ ദോശേൻ്റെ കല്ലിൽ ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തത്. സംഭവം എന്തായാലും വലിയ തരക്കേടില്ല, കണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, തരക്കേടില്ലാത്ത രീതിയിൽ അപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ വെജിറ്റബിൾസൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ മേടിക്കുന്നതാണ്. ഞാൻ മിക്കപ്പോഴും ഈ തേങ്ങാപ്പാലാണ് യൂസ് ആക്കാറുള്ളത്. ഇടയ്ക്കൊക്കെയാണ് നമ്മൾ ഗ്രേറ്റഡ് തേങ്ങ മേടിച്ചിട്ട് ഇതാക്കുക. കാരണം നമ്മളൊരു കറിക്ക് നല്ല രീതിക്ക് നമുക്ക് കട്ടയ്ക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ 2 ബോക്സ് തേങ്ങ ഉള്ളതൊക്കെ പിഴിഞ്ഞാലാണ് നല്ല രീതിക്ക് കിട്ടാറുള്ളത് കേട്ടോ. ഇതാകുമ്പോൾ ഒരു ബോക്സ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4-5 ഉണ്ടാവും കറികളിലോട്ടേക്ക് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തേങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്ന അത്ര ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇതെന്തായാലും അങ്ങനെ അത്ര നാച്ചുറലായിട്ടിരിക്കുന്ന സംഭവമൊന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ തട്ടിക്കൂട്ട് വെജിറ്റബിൾ സ്റ്റൂ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് പോകാൻ സമയമായതുകൊണ്ട് ഏട്ടൻ കഴിക്കാനിരുന്നു. എനിക്ക് 2-3 ദോശയല്ലല്ലോ അപ്പം കൂടെ ചുടാനുണ്ടായിരുന്നു. ഞാനിങ്ങനെ കണക്കനുസരിച്ചിട്ടാട്ടോ ചുടുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ ചുട്ട് വയ്ക്കൂല. കറക്റ്റ് എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എണ്ണത്തിനാണ്. അതിപ്പം വീട്ടിലായിരുന്നെങ്കിലും അവിടെ വീട്ടിലായിരുന്നപ്പോഴും അങ്ങനെ ഇനി ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളതിരുന്ന് വേസ്റ്റായി പോവും. രാവിലെ കഴിച്ചിട്ട് പിന്നെ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വേറെ സമയത്ത് നമ്മൾ കഴിക്കൂല, ആ ഒരു നേരത്തെ മാത്രമേ നമ്മൾ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് എണ്ണം നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും, എടാ നിനക്ക് എത്ര എണ്ണം വേണം, വീട്ടിലാണെങ്കിലും പപ്പയ്ക്ക് എത്ര എണ്ണം വേണം, അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചു, ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അല്ലറ ചില്ലറ എല്ലാ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൂടെ ചെയ്യണം ഇനി. അപ്പോൾ രാവിലത്തെ ഒരു പാത്രം പോലും ഞാൻ കഴുകിയിട്ടില്ല, ഇനി ഇതെല്ലാം കൂടെ കഴുകണം. ഈ കുറച്ച് അധികം പാത്രങ്ങൾ കഴുകാനുണ്ട്, ഇതൊക്കെ കൂടെ കഴുകി വെക്കട്ടെ. പിന്നെ അലക്കാനും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് വേറെ കുറച്ച് പണികളിലോട്ടൊക്കെ കിടക്കാൻ. അപ്പം ഇങ്ങനെ കൂട്ടിയിടാനായിട്ട് നല്ല സുഖമുള്ളത്, കഴുകി തീർക്കാനാണ് വലിയ കഷ്ടപ്പാട്.
ഈ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് 1-2 തവണയായിട്ടേ ഞാൻ വെളിയിൽ ഇട്ടിട്ടുള്ളൂ. ഒരു പരിപാടിക്ക് പോയിട്ട് ഇട്ടപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ മഞ്ഞ കളറായി. ഇനിയിപ്പോൾ ഇത് വെളിയിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ പെസഹ വ്യാഴമൊക്കെ ആയിരുന്നല്ലോ, അപ്പം അപ്പം മുറിക്കുന്ന സമയത്ത് ഇന്നലെ കുളി കഴിഞ്ഞപ്പോൾ ഈ ഉടുപ്പെടുത്തിട്ട് മേടിച്ചിട്ട് 1-2 മാക്സിമം പോയാൽ 3 തവണയായിട്ട് ഞാൻ വെളിയിൽ ഈ സാധനം ഇട്ടിട്ടുള്ളൂ. ഇന്ന് ഞാൻ വീഡിയോ എടുക്കണ ഈ ദിവസം ദുഃഖവെള്ളിയാഴ്ച കേട്ടോ. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പള്ളിയിലൊക്കെ പോവും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പം പള്ളി ഇപ്പം നമുക്ക് ദൂരത്താണ്, അടുത്ത് പള്ളിയൊന്നുമില്ല. പിന്നെ ഉണ്ടെങ്കിലും പോകല് കുറവായിരിക്കും. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ പള്ളിയിലൊക്കെ പോകുമല്ലോ, മറ്റേ പരിഹാര പ്രദക്ഷിണം ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടേക്ക് ആകുമ്പോൾ ഒന്നുമില്ല, സാധാ ഒരു ദിവസം പോലെ തന്നെ. കുറച്ച് തൽക്കാലത്ത് നമ്മളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കലത്തേക്ക് നമുക്ക് ചോറ് കുറച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ രസം വെച്ചിട്ടുണ്ടായിരുന്നു, രസവും പിന്നെ കൊണ്ടാട്ടമുളകും ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ രാത്രിയിലത്തേക്കായിട്ട് കുറച്ച് നേരം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. ചോറും കൂടെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ദേ ഇപ്പം കണ്ടോ, ദേ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, പുറത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നല്ല ചൂടായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇല്ലേ, നമുക്ക് ചൂടെന്നല്ല പറയുക, നമ്മുടെ ദേഹത്തോട്ട് ഇത് അടിക്കുമ്പോൾ നമുക്കിങ്ങനെ പൊള്ളണ പോലത്തെ ഒരു ഫീലാണ് നമുക്ക് വരിക. ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി. പക്ഷെ രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ പുറത്തിറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഇച്ചിരി ടാസ്ക് ആയിരിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇത് കൂടി വരുള്ളൂ എന്നാണ് തോന്നണത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. പക്ഷെ ഒന്നുമില്ല, പള്ളിയിലും പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ, ഈസ്റ്ററിൻ്റെ അന്നാണെങ്കിലും ഈസ്റ്ററിൻ്റെ അന്ന് ഏടിന് ഓഫ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുക. നമ്മുടെ ആഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ, ഈസ്റ്റർ ആഘോഷം എന്ന് ആരോടെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സെലിബ്രേഷനും കാര്യങ്ങളും ആഘോഷം എന്ന് ചോദിക്കുമ്പോൾ ആ ആഘോഷിച്ചു, നമ്മൾ ഇന്ന സാധനം ഉണ്ടാക്കി. എല്ലാവർക്കും ഇപ്പം ആഘോഷം എന്ന് പറയുന്നത് ഭക്ഷണമൊക്കെ തന്നെയാണല്ലോ, വേറെ പ്രത്യേകിച്ചും ഇപ്പം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പിന്നെന്താണ്, കഴിഞ്ഞ വർഷത്തെ ദുഃഖ വെള്ളിയാഴ്ച ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. അപ്പം എന്താണ്, ഒന്നുമില്ല, പള്ളിയിലൊക്കെ ഒന്നും പോവാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീലില്ല. സാധാരണ പണ്ടൊക്കെ വലുതായിപ്പോൾ അതൊക്കെ പോയിട്ടോ. ചെറുതായിരുന്ന സമയത്ത് ദുഃഖ വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ പോവും. അന്ന് കുർബാന ഉണ്ടാവില്ല, നമുക്ക് വേറെ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലുക. അപ്പം അന്ന് പോകാൻ ഒരു പ്രത്യേക ഇഷ്ടമാണെന്ന്. അപ്പം അതൊക്കെ ഇരിക്കും രാവിലെ. പിന്നെ വൈകുന്നേരം 3 മണിക്ക് പരിഹാര പ്രദക്ഷിണം, അങ്ങനെയൊക്കെ. ഇപ്പം അതൊന്നും ഇല്ല. പിന്നെ ഒരു നേരം നോക്കലൊക്കെ. പക്ഷെ ഞാൻ ആകെക്കൂടെ എൻ്റെ ഓർമ്മയിൽ ഒരു തവണയായിട്ടാണ് ഒരു നേരം നോക്കിയിട്ടുള്ളത്. ഇത് ഒരു നേരം മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ദുഃഖ വെള്ളിയാഴ്ച മിക്ക ആൾക്കാരും ഒരു നേരം നോക്കാറുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരു തവണയായിട്ടേ നോക്കിയിട്ടുള്ളൂ, അല്ലാണ്ട് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല ദുഃഖ വെള്ളിയാഴ്ച. പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്ലാതെയൊക്കെ ഒരു നേരം നോക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും നോക്കാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒന്നും തോന്നണമൊന്നുമില്ല, ദുഃഖ വെള്ളിയാഴ്ചയാണ്. ഇന്നലെ പെസഹ വ്യാഴാഴ്ച എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ അപ്പവും പാലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പെസഹ വ്യാഴത്തിൻ്റെ ഒരു ഇതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈസ്റ്ററിൻ്റെ അവധി ആയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിലൊക്കെ പോയേനെ. ഇപ്പം പിന്നെ ഏട്ടൻ ഓഫ് ആ ദിവസങ്ങളിൽ ഞായറാഴ്ച അവർക്ക് നല്ല തിരക്കായിരിക്കും. ഹോട്ടൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ അവർക്ക് നല്ല തിരക്കായിരിക്കും. അപ്പോൾ അന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും നമുക്ക് കാണുമൊന്നുമില്ല. പിന്നത്തെ ഓഫ് എന്നാ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചിലപ്പോൾ ഉണ്ടാക്കും, ചിലപ്പോൾ ഉണ്ടാക്കില്ല. അപ്പോഴത്തേക്കും ഈസ്റ്ററിൻ്റെ അതൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ എന്താ, ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് നേരം എൻ്റെ കുറച്ച് അൽക്കൊലത്ത് വേറെ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഞാൻ പിന്നെ വേറെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക്
ചോറ് ഉച്ചക്കലത്തേക്ക് ഉള്ള ചോറ് ഇരിക്കുന്നുണ്ട്, രാത്രി വെക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രസമുണ്ട്. അപ്പം ഇതൊന്നും നമുക്ക് തിളപ്പിച്ചു വിട്ടണം. പള്ളിയിൽ വാങ്ങി വിളിക്കേണ്ടതിൻ്റെ പ്രാർത്ഥനയുടെ ഉച്ചയിൽ കേൾക്കണം. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചു വിട്ടിട്ട് ചോറ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും എനിക്ക് എൻ്റെ കുറച്ച് പണികളുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു കറിയില്ലേ, അത് ഒരു ദിവസം നമ്മൾ ദോശ ഉണ്ടോ ചുട്ടപ്പം ആ പാത്രം ഇവിടെ ഒട്ടി ഇരുന്ന് അങ്ങനെയായത്. ഇനിയിപ്പോൾ ഇതെങ്ങനെ മാറ്റാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കരിഞ്ഞു അവിടെ, അതാ പ്രശ്നം. ഈ രസമില്ലേ, ഞാൻ ഈ വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പം യൂട്യൂബിൽ ശ്രീ വെജ് മെനു എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ഒരു ബ്രാഹ്മിൺ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അവരുടെ സ്റ്റൈലിലുള്ള ഭക്ഷണമൊക്കെയാണ് അതിലുണ്ടാക്കാറ്. അപ്പം അതിൽ നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ രസം. അടിപൊളിയായിരുന്നു എന്തായാലും. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് വെളിയിൽ ഭയങ്കര ഒച്ചയിട്ടിട്ട് ഞാൻ നോക്കിയതാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ തൊട്ടടുത്ത് പള്ളിയുണ്ട്. ആ പള്ളിയിലേക്ക് വന്നിരിക്കണതാണെന്ന് തോന്നുന്നു. പക്ഷെ കുറേ ബഹളം കേട്ടിട്ടാണ് ഞാൻ നോക്കിയത്. അവിടെ കംപ്ലീറ്റ് കാറൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. മിക്കവാറും പള്ളിയിലേക്ക് വന്നിരിക്കേണ്ട തിരക്കാവും. നല്ല ചൂടാണ് കേട്ടോ. നമ്മൾ ആ ഒരു ജനലങ്ങ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പൊള്ളിപ്പോണ പോലത്തെ ചൂടാണ്, സഹിക്കാൻ പറ്റൂല. ഇപ്പം സമയം 5 മണി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുറച്ച് അൽക്കുലത്ത് പണികളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പം അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് നമുക്ക് രാത്രിയിലത്തേക്ക് കറിയൊക്കെ ആക്കണം. രാത്രിയിലത്തേക്ക് ഇനി കറിയൊന്നുമില്ല, രസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കറിയൊക്കെ വെക്കണം. സിമ്പിൾ കറിയാണ് ഞാൻ എപ്പോഴും വെക്കാറുള്ള. ആ സിമ്പിൾ ഒരു തക്കാളി കറിയില്ലേ, ആ തക്കാളി കറിയും വെക്കണം. പിന്നെ വഴുതനങ്ങ നമ്മളിങ്ങനെ വറക്കൂലേ മസാലയൊക്കെ പുരട്ടിയിട്ട്, ആ ഒരു വഴുതനങ്ങയുടെ അത് മസാല പുരട്ടി വെച്ചാൽ മതി. അതും കൂടെ ചെയ്യണം. സിമ്പിളാണ്, വേഗം പണി കഴിയും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചായ ഇട്ട് കുടിക്കട്ടെ. ചായ ഇട്ട് കുടിച്ചില്ലെങ്കിലേ ഇന്നലെ ഉണ്ടല്ലോ ഞങ്ങൾ രാവിലെ നമ്മൾ ഇതുപോലെ എന്തിൻ്റെ വെള്ളം, ഇന്നലെ ജീരകത്തിൻ്റെ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് മറ്റേ ഓട്സ് ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഓട്സിൽ നമ്മൾ ഓൾറെഡി പാലിടുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വേറെ ചായ ഇട്ട് കുടിച്ചില്ല. പിന്നെ ഉച്ച മുതൽ തലവേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല ഫുള്ളിങ്ങനെ ഭയങ്കര തലവേദന. ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് നോക്കി, എന്നിട്ടും മാറണില്ല. അപ്പോഴേ ഞാൻ ആലോചിച്ച് ഇന്ന് ഞാൻ ചായ കുടിച്ചിട്ടില്ല. എന്നിട്ട് വേഗം എഴുന്നേറ്റ് ഒരു പാൽ ചായ ഇട്ട് കുടിച്ചപ്പോഴാണ് ആ തലവേദന മാറി. ശരിക്കും ഈ നമ്മൾ ഒരു ഡ്രഗ്സൊക്കെ കഴിക്കാണ്ടിരിക്കും ആ ഒരു ഫീലൊക്കെ പോലെ തന്നെ ഇതും ഭയങ്കരമായിട്ട് അതിനുള്ളിൽ അഡിക്റ്റ് ആക്കുമെന്ന് പറയണത് സത്യമാണ്. എനിക്ക് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഒന്നും കുടിച്ചാലും പറ്റില്ല. പാൽ ചായ കിട്ടാണ്ട് എനിക്ക് സമാധാനമാവില്ല. അപ്പം ഇന്ന് രാവിലെ കുടിച്ചായിരുന്നു, പക്ഷെ ഒരുപാടില്ല കേട്ടോ. ദിവസത്തിൽ രണ്ട് തവണ, രാവിലെയും കുടിക്കും വൈകുന്നേരവും കുടിക്കും, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ എന്തായാലും കുടിക്കില്ല. ബിക്കോസ് കൂടുതൽ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പം എന്തായാലും ഒരു ചായ ഇട്ട് കുടിക്കാം നമുക്ക്. അതുപോലെ തന്നെ ഈ ചായേനെ പോലെ തന്നെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് മധുരം. പണ്ട് മുതലേ മധുരം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. എനിക്ക് ചെറുതിലൊക്കെ ബർത്ത്ഡേക്ക് മിഠായിയൊക്കെ ഒരു പാക്കറ്റ് തന്നിട്ടിട്ടുണ്ട്, LKG പഠിക്കുമ്പോൾ എന്തോ. എന്നിട്ട് മമ്മി പ്രത്യേകം പറഞ്ഞു എൻ്റെ മിഠായിൻ്റെ കൊതി കാരണം ടീച്ചർക്കും പിള്ളേർക്കും ഒക്കെ കൊടുക്കണമെന്ന്. തിരിച്ച് ഞാൻ കവറ് ഒക്കെ കാലൊക്കെ ഇട്ട് കൊണ്ടുവന്നു. അപ്പം എൻ്റെ മമ്മി വിചാരിച്ചു ഞാൻ അതൊക്കെ പിള്ളേർക്കും ടീച്ചേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുന്നു. പിന്നെ ഇങ്ങനെ കുത്തി ചോദിച്ചപ്പോഴാണ് ആ നഗ്നമായ സത്യം ഞാൻ പറഞ്ഞത്. ആ ഒരു പാക്കറ്റ് മിഠായി മൊത്തം രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ. അപ്പം ഞാൻ എന്തോരം എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ ആലോചിച്ചു. കാരണം പിള്ളേർ കാണാതെ ഞാനത് കഴിക്കണം. ഞാനത് എങ്ങനെ കഴിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ആ ഒരു പാക്കറ്റ് മിഠായി മൊത്തം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് അത് കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ഈ ഒരു മധുരത്തിൻ്റെ പിന്നിൽ. എനിക്ക് മധുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. എനിക്ക് എത്ര ശ്രമിച്ചാലും ആ ഒരു ഇത് ഒഴിവാക്കാൻ പറ്റണില്ല. പിന്നെ ഒരിടയ്ക്ക് ഞാൻ ഒരു നോമ്പ് പോലെ എടുത്തിട്ട് ഒരു 15 ദിവസം ഒറ്റയൊക്കെയോ പിടിച്ച് നിന്ന്. പക്ഷെ എനിക്കങ്ങ് പറ്റണില്ല. ഈ മധുരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമാണല്ലോ. പിന്നെ ഇപ്പം കുറച്ച് വരുന്നുണ്ട്. പക്ഷെ ചായയിൽ ഞാൻ മധുരം ഇടുന്നുണ്ട്, ഒരുപാടൊന്നുമല്ല. ചിലപ്പോൾ ഒരു പേരിന് എന്ന് വെച്ചാൽ എനിക്ക് ഇട്ടു, അതൊരു മാനസികമായിട്ടുള്ള അസുഖം പോലെ. എനിക്ക് ഒരു നുള്ളിട്ടാൽ മതി, അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചായയിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, അപ്പോൾ കുടിക്കാം. ഒട്ടില്ലെങ്കിൽ എനിക്കത് കുടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു തരം ജീവിതമാണ്. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഞാൻ രാത്രിയിലത്തേക്കുള്ള മെനു മാറ്റിയിട്ടാണ്. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വെള്ളിയാഴ്ച ആയി കഴിഞ്ഞപ്പം കഞ്ഞി പയർ ആ ഒരു ഇതൊക്കെ ഭയങ്കര എല്ലാവരും അതാ കഴിക്കുക ഒരു നേരമൊക്കെ നോക്കിയിട്ട്.
പക്ഷെ ചില സൈഡിൽ കേട്ടോ, ഞങ്ങളുടെ സൈഡിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ സദ്യ പോലെ ഉണ്ടാക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കളിയാക്കാറുണ്ട്, ഈശോ അവിടെ മരിച്ചു കിടക്കുന്നു, അപ്പം നമ്മൾ സദ്യയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണമെന്നൊക്കെ. അതായത് നമ്മൾ അന്ന് ഫുൾ വെജിറ്റബിൾ ആയിരിക്കും, അപ്പോൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഉച്ചയ്ക്കാണ് കഴിക്കാറ്. അപ്പോൾ നമ്മൾ സാമ്പാർ, അവിയൽ, ഇഞ്ചിക്കറി, അങ്ങനെ ഓണത്തിനെ പോലെയാണ് അന്ന് സദ്യ ഉണ്ടാക്കാറ്. ഈ ഒരു ആചാരം ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ദുഃഖ വെള്ളിയാഴ്ച കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇടയ്ക്ക് ഞാൻ ആലോചിക്കുമ്പോൾ എന്താ പറയുക, ശരിയാണ്, ഈശോ അവിടെ മരിച്ചു കിടക്കണു, അപ്പം നമ്മൾ ഓണത്തിനെ പോലെ സദ്യ ഉണ്ടാക്കണം. എനിക്കറിയില്ല, ചില നാടുകളിൽ മാത്രമുള്ളതായിരിക്കും. പിന്നെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ സ്ഥലത്തൊക്കെ കഞ്ഞി അതൊക്കെയാണെന്ന്. പിന്നെ ഓരോ പ്രദേശങ്ങളിലും ആചാരങ്ങളും ഭക്ഷണത്തിൻ്റെ ക്രമങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇപ്പം നമ്മൾ പെസക വ്യാഴത്തിന് കൽത്തപ്പം ഉണ്ടാക്കണത് തന്നെ ഞങ്ങളുടെ ഇവിടെ കൽത്തപ്പം എന്നാട്ടാ പറയുക. അതിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം അതിൽ കുറേ ആൾക്കാർ, ഞാൻ ടിക്ടോക്കിലുണ്ട്, അപ്പോൾ അതിലിട്ട് കഴിഞ്ഞപ്പം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇതാണോ പെസഹ, അപ്പം ഇതാണോ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം നമ്മളുടെ സൈഡിൽ അങ്ങനെയാണ്, അവരുടെ സൈഡിൽ വേറെ ഏതോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പണികളൊക്കെ ഒരുമാതിരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ വൻപയറൊക്കെ ആണെങ്കിലും ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ സാധാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ ചെയ്യുമല്ലേ, അതേപോലെ സാധാ ഒരു വൻപയറിൻ്റെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കഞ്ഞിയും ആക്കിയിട്ട് ഞാൻ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പടം കൂടെ ഞാൻ ഇതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നോക്കി കഴിഞ്ഞപ്പം പപ്പടം ഇല്ല. അപ്പോൾ കൊണ്ടാട്ടമുളക് ഉണ്ട്, അപ്പോൾ കൊണ്ടാട്ടമുളക് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഇടിപിടിന്ന് പരിപാടി കഴിഞ്ഞു. എനിക്ക് ഈ വൻപയർ, കടല, പരിപ്പ് അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പണ്ട് മുതലേ ചെറുപ്പത്തിൽ എനിക്ക് സ്കൂളിലൊക്കെ തന്ന് വിടാറുള്ളത് മിക്കതും ഇങ്ങനത്തെയൊക്കെയായിരുന്നു. നമ്മൾ മുട്ട, ഇറച്ചി അതൊക്കെ ചെറുപ്പത്തിൽ കൊണ്ടുപോകുന്നത് വളരെ റെയറായിട്ടായിരുന്നു. മുട്ടയൊക്കെ ചൂടോടുകൂടെ കഴിച്ചില്ലെങ്കിൽ രസം ഉണ്ടാവില്ലല്ലോ. അപ്പം മിക്കപ്പോഴും തന്ന് വിടാറുള്ളത് ഇതുപോലത്തെ കടല, പരിപ്പ്, വൻപയർ, ചെറുപയർ അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിച്ച് ചില ആൾക്കാർക്ക് ചെറുപ്പത്തിലേ മുതൽ അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് ചിലപ്പം ഇഷ്ടം പോയിട്ടുണ്ടാവും. പക്ഷേ എനിക്കെന്തോ പണ്ട് മുതലേ ഇങ്ങനെ കഴിച്ച് എനിക്ക് ഈ ഒരു സാധനം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഏട്ടൻ വന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ അപ്പോഴത്തേക്കും നൈസായിട്ട് കട്ടിൽമേൽ കയറി കിടക്കേണ്ട. അപ്പം ഞാനും പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.